രാജിവെക്കുകയാണ്. ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല, എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത്. ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാജിവെക്കും. ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പം നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്നൊരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ? അപ്പം നമുക്കത് അന്നേരം നോക്കാം. അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ. ആ പരാതി കൊടുക്കുമ്പോൾ നമുക്കത് നിയമപരമായി നേരിടാം. ആ പരാതി കൊടുത്തതിനപ്പുറം അതിനുശേഷം കോടതിയുണ്ട്. കോടതിയിൽ ഞാൻ എൻ്റെ നിരപരാധിത്വം തെളിയിച്ചോളാം. ഗർഭചിത്രം ആവശ്യപ്പെട്ടെന്ന ശബ്ദരേഖയെക്കുറിച്ച് ചോദിച്ചപ്പോൾ കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ തയ്യാറായുമില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഇക്കാര്യത്തിൽ ആവർത്തിച്ച് ചോദിച്ചതാണ്, പക്ഷേ അവിടെ മറുപടി പറയാൻ തയ്യാറായില്ല. പരാതി വരട്ടെ, പരാതി വന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ ആ ന്യായീകരണത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു രാഹുൽ. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി രാഹുൽ പറഞ്ഞു വെക്കുന്നത് 1:15 അതിനുശേഷം പിന്നീട് തെളിവുകൾ സംസാരിക്കുകയാണ്. ഇനി അതും കെട്ടിച്ചമച്ചതാണ്, അതും വ്യാജമായി നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ ഇനി രാഹുലിനാവുമോ? അതായിരുന്നല്ലോ ആദ്യത്തെ ഓഡിയോ സന്ദേശത്തിലുള്ള പ്രതിരോധം. സംഗീത, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും ലഭിച്ചുകൊണ്ടിരുന്ന മുഴുവൻ സംരക്ഷണവും ഇനി ഇല്ല എന്നുറപ്പായതിനു ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത്. ഇന്ന് രാവിലെ മാധ്യമങ്ങൾ ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഈ ജില്ലയിലേ ഇല്ല എന്ന് പറഞ്ഞ രാഹുൽ, എന്നാൽ ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയും താൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണ് എന്ന് പറയുകയും ചെയ്തു. ഇത്രയും നാൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച VD സതീശന് ഒടുക്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെ തള്ളിപ്പറയേണ്ടി വന്നു. താൻ മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടിയാണ്, മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് VD സതീശന് ഏറ്റവും ഒടുവിൽ പറയേണ്ടി വന്നിരിക്കുന്നു. ആ സംരക്ഷണവും അവസാനിച്ച ശേഷം മാത്രമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടതും തന്റെ രാജി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ചുമതലകളിൽ നിന്നും രാജിവെക്കുന്ന കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആ ഓഡിയോ സന്ദേശം, ഇന്ന് രാവിലെ പുറത്തു വന്ന ആ ഓഡിയോ സന്ദേശം, ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിക്കുന്ന ആ ഓഡിയോ സന്ദേശം വ്യാജമാണോ എന്നുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ. ഏറ്റവും ഒടുവിൽ ആ മാധ്യമങ്ങളെ കണ്ട് പറയാനുള്ളതെല്ലാം പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം രാഹുൽ തിരിഞ്ഞു നടക്കുമ്പോഴും മാധ്യമങ്ങൾ പല വിധത്തിലുള്ള അനവധി ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനോടെല്ലാം മുഖം തിരിഞ്ഞ് നടന്നുപോയ രാഹുൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെച്ചതും ഇത്തരത്തിലായിരുന്നു. ആ ഓഡിയോ സന്ദേശം അതിക്കാലത്ത് ആർക്കു വേണമെങ്കിലും നിർമ്മിക്കാൻ കഴിയുന്നതാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വേള പറഞ്ഞു. അപ്പോൾ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചു. അപ്പോൾ രാഹുൽ പറയുന്നത് ആ ഓഡിയോ സന്ദേശം അത് വ്യാജമാണോ എന്ന് വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം തന്നെ അതിന് കൃത്യമായ മറുപടി പറയാതെ, അതിനോട് പ്രതികരിക്കാതെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടത്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും ആ ചാറ്റിലും ഇത്തരത്തിൽ ഗർഭചിത്രത്തിന് വേണ്ടി നിർബന്ധിക്കുന്ന തരത്തിലുള്ള തെളിവുകളും പുറത്തു വന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ എല്ലാ സംരക്ഷണവും പൂർത്തിയാക്കിയ ശേഷം, എല്ലാ സംരക്ഷണവും ഇനി ലഭിക്കില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത്. സംഗീത, തീർച്ചയായും ശ്രീരാജ, അങ്ങനെ മുഖപടം അഴിഞ്ഞു വീഴുമ്പോൾ മുഖം തിരിഞ്ഞ് നടക്കാതെ പിന്നെ എന്ത് ചെയ്യാൻ എന്നുള്ള അവസ്ഥ തന്നെയായിരുന്നു നമ്മൾ പത്തനംതിട്ടയിൽ നിന്നും കണ്ടത്. ശ്രീരാജ് ബാബുവാണ് വിശദമായ വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി പങ്കുവച്ചത്.